എടോ കിളവാ, ഇതിന്റെ അകത്തെങ്ങാനും ഇനി കാലൂത്തിയാ 2 കാല് ഞാൻ തല്ലുപിടിക്കും, പറഞ്ഞേക്കാം. ആരോടൊക്കെ പറയണ്ടേന്ന് വെച്ചാ പോയി പറഞ്ഞോ. വരുന്നവനെയും നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഓ എന്തു പറ്റി മുത്തച്ഛ? ആരവൻ? പൂന്തോട്ടത്തിൽ കീടം ബാധിക്കുന്ന പോലെ ഈ ഗ്രാമത്തിലും ഒരു കീടം ബാധിച്ചിട്ടുണ്ട്. അവൻ അകത്തിരിപ്പുണ്ട്. അവന്റെ പേരാ ബാലരാജു. അവന്റെ അച്ഛൻ ഈ നാട്ടിലെ MLA. ഈ കീടത്തിന് ഏത് മരുന്നടിച്ചാ പോകുമെന്നോ ഏത് വിഷം വെച്ചാ ചാകുമെന്നോ ദൈവത്തിന് മാത്രമേ അറിയൂ. എന്നാ ഞാൻ വരട്ടെ മോനെ. ശരി എന്നാ പോട്ടെ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നിങ്ങളുടെ അവസാനത്തെ ഇതിന് സമ്മതമാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ പോ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാറേ? നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ വലിയ റേറ്റിലാണ് വെക്കുന്നത്. ഈ കാശ് ഞങ്ങൾ രണ്ടിടത്ത് ഭക്ഷണത്തിന് പോലും തയ്യില്ല. ഇത് കൂടുതൽ ഞങ്ങൾക്ക് കഴിയില്ല. ഇനി ഞങ്ങൾക്ക് കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയാ സാറേ. നിങ്ങളുടെ കൊച്ചുമോള് വയസ്സറിയിച്ചിരിക്കാണല്ലോ. ആ ഫംഗ്ഷന് വേണ്ടിയൊക്കെ പൂ ആവശ്യം വരില്ലേ? അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ ഭാര്യയ്ക്ക് പൂജ ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളുടെ പെങ്ങളുടെ തലയെ ചൂടുന്നതിന് വേണ്ടി ഇതിനൊക്കെ പൂ ആവശ്യമല്ലേ? ഒരു കാര്യം ചെയ്യാം, എല്ലാവരും എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചേക്ക്. പൂ പോലെ ഞാൻ അവരെ നോക്കിക്കോളാം. എന്താ അയക്കോ? നിങ്ങളെയൊക്കെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഈ പൂവ് കഴിക്കുന്നവന് സാധാരണ തന്നുകൊണ്ടിരിക്കുന്ന വിലയേക്കാൾ ഡബിള് തന്നേക്കാം. ശരി, 3 ഇട്ട് തരാം. എടാ, അത് വിഷടിച്ച പോവാടാ, മാറിക്ക്. ഡേയ്, നിനക്ക് 5 മിനിറ്റ് സമയം ഞാൻ തരാം. ചേട്ടാ, നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണോ? എന്തിനാ ഇതൊക്കെ കഴിക്കുന്നേ? അങ്ങോട്ട് മാറിക്ക്. എനിക്ക് പണം വേണം. എന്റെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകണം. നീ പോടാ. ഞാൻ കഴിക്കാം മോനെ, ഞാൻ കഴിക്കാം. എനിക്ക് പണം വേണം. അയ്യോ ചേട്ടാ, കൃഷിക്കാരന്റെ കണ്ണിൽ തീ കോരിയിടരുത്. അത് ഭൂമിക്ക് നല്ലതല്ല. അവർക്ക് കൊടുക്കാനുള്ളത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാം. ഓക്കേ അണ്ണാ. വാടാ. പറയുന്നില്ല സാർ. ആ CIക്ക് ഫോൺ ചെയ്. സാർ, ഇനി അടിച്ചാവും ചത്തുപോകും സാർ. ചാവുന്ന തരത്തിൽ അടിച്ചാലേ സത്യം പുറത്തു വരൂ. നീ പുതിയ പയ്യനാ, ഇത് കണ്ടു പഠിച്ചോ. സാർ, ഒരു ഫോണുണ്ട്. നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളുടെ ആളുകളെ കൈവച്ചെങ്കിൽ അവൻ സാധാരണക്കാരനല്ല. പുതിയതല്ലേ, ഉടനെ പോക്കിയേക്കാം. അടുത്ത ഗ്രാമത്തിലേക്ക് ചാടിച്ചേക്കാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ട്രെയിൻ മാത്രമല്ല മാഡം, റെയിൽവേ സ്റ്റേഷൻ മൊത്തം നോക്കി. വൈശാഖിൽ അവൻ ഇറങ്ങിയില്ല മാഡം. ഹൈദരാബാദ് ട്രെയിൻ കയറിയവൻ വൈശാഖിൽ ഇറങ്ങിയില്ലെന്ന് വെച്ചാ ഇടയ്ക്ക് എവിടെയോ ഇറങ്ങിയിരിക്കണം. അന്വേഷിക്കും. ആ ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷനിൽ നിർത്തിയോ ആ സ്ഥലങ്ങളിലെ മുക്കിലും മൂലയിലും തിരയും.
ആരാ നീ? മനുഷ്യനെ വീഴ്ത്താനായിട്ട് നടക്കുന്നു. വൃത്തികെട്ടവൻ. എന്റെ വണ്ടി കിട്ടിയുള്ളൂ നിനക്ക്. എന്താ ഇത്? ഇനി ഇവ ശരിക്കും മരിച്ചോ? എടോ എണീക്ക്. ഹലോ, നിന്നോടാ. എന്റെ ദൈവമേ, ശരിക്കും ഇവ മരിച്ചുപോയോ? ഏ, ആരാ നീ? ഈ നാട്ടിൽ നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. ഈ തണുപ്പത്ത് ഇവനെ ഇവിടെ ഇട്ടിട്ട് പോയി ഇവന്റെ കാര്യം എന്തായാലും തീരുമാനമാകും. അയ്യോ, സൂര്യേണ സൈജോത്സഖ. ഉത്തിഷ്ഠത, എണീക്ക്. എത്ര നേരമായി കിടന്നുറങ്ങുന്നു? അതേ ഭക്ഷണം, അതേ ഉറക്കം, അതേ സ്നാനം, എല്ലാം അതുപോലെ തന്നെ. നാണമാവുന്നില്ലേ? പുനർദിനൈവകരണം. വീണ്ടും വീണ്ടും. മോളെ മങ്ക, എന്തായാലും വെയിലത്തെ ജോലി ചെയ്യുന്നേ, നല്ലൊരു പാട്ടെങ്കിലും പാടിക്കൂടെ? ഉഷാറാവല്ലോ തോർത്ത് പറഞ്ഞതാ. അത് തന്നെ. നന്നായി ഉറങ്ങി വീണ്ടും എഴുന്നേറ്റു. ഇങ്ങനെ എത്ര നാൾ? നീ മാറാതെ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൽ മാറ്റമുണ്ടാകില്ലേ മനുഷ്യ? ഇതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് ആലോചിക്കൂ മനുഷ്യ. ഉത്തിഷ്ഠത, ആലോചിച്ചു നോക്കൂ മനുഷ്യ. എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെയാ? ഇതെന്തു പറ്റി? പാട്ട് നിർത്തിയോ? എന്നറിയില്ല ശങ്കര, മാടത്തെ മലവാഴ കൊലച്ചെന്ന്. ശക്തി. ജസ്റ്റ് മിസ്സായി. ഇല്ലെങ്കിൽ ശക്തിയുടെ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ.